ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വെണ്ടക്ക വെച്ചിട്ട് തോരൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വെണ്ടക്ക ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി നല്ല ചെറുതാക്കിയിട്ടില്ല കേട്ടോ, ഒരു മീഡിയം സൈസിലായിട്ട് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുപ്പ് കത്തിച്ചെടുക്കാം. പാൻ വെച്ചെടുക്കാം. എണ്ണ ഒഴിച്ചെടുക്കാം. 2 സ്പൂൺ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ നല്ല മൂത്ത് വരുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ചെറിയ തീയിലിരുന്നിട്ട് തീ കൂട്ടി വെക്കണം കേട്ടോ. വെണ്ടക്ക ഇട്ടതിന് ശേഷം കുറച്ച് വെച്ചാൽ അതിൻ്റെ പച്ചനാറൊക്കെ മാറിപ്പോകുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്കിത് തീ കൂട്ടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു പച്ചമുളക്, കുരുമുളക്, 1/4 ടീസ്പൂൺ ഉള്ളിക്കായും കുറച്ചുള്ളൂ, പിന്നെ 2 അല്ലി വെളുത്തുള്ളി. ഇത് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ ഇല്ല കേട്ടോ സുർക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു വെഴുവെഴുപ്പുണ്ടല്ലോ, അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സുർക്ക, വിനാഗിരി എന്നൊക്കെ പറയും കേട്ടോ. ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് നല്ല വെന്തിട്ടില്ല കേട്ടോ, ഹാഫ് വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഒരു മിനിറ്റൊക്കെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അടച്ചു വെക്കാം നമുക്ക്. ഒരു മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ കഴിക്കാൻ. ചോറിലേക്ക് കറികളൊന്നും ആവശ്യമില്ല കേട്ടോ, നമുക്ക് തന്നെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ, ഓഫീസിലേക്ക് പോകുമ്പോഴൊക്കെ.
ഇപ്പോൾ വെണ്ടക്ക ഒക്കെ വിട്ട് വന്നുകൊണ്ടാണ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ.